ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ വീണ്ടും പോരു തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള ഭാഷാ ഫോർമുലയെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയ പരാമർശങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഹിന്ദി പഠിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെയാണ് സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ മൂന്നാം ഭാഷയായി മറാത്തി ഒഴികെയുള്ള ഒരു ഭാഷയും നിർബന്ധമല്ലെന്ന ഫട്നാവിസിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും വ്യക്തമാക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. മൂന്നാം ഭാഷയായി ഹിന്ദി അടിച്ചേൽപ്പിച്ചതിന് വൻ പ്രതിഷേധം നേരിടുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ സംസ്ഥാനത്ത് മറാത്തി മാത്രമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്നാണ് അവകാശപ്പെടുന്നത്. ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വ്യാപകമായ പൊതുജന വിമർശനത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആശങ്കയുടെ വ്യക്തമായ സൂചനയാണിത്. അങ്ങനെയെങ്കിൽ മൂന്നാം ഭാഷ നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയം ആവശ്യപ്പെടുന്നില്ലെന്ന് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശം നൽകുമോ എന്നായിരുന്നു എം.കെ. സ്റ്റാലിൻ ചോദിച്ചത്. കേന്ദ്രം തടഞ്ഞുവെച്ച ഫണ്ട് വിട്ടുതരുമോ എന്നും എം.കെ. സ്റ്റാലിൻ ചോദിക്കുകയുണ്ടായി. നിർബന്ധിത മൂന്നാം ഭാഷ പഠിപ്പിക്കുന്നതിന് സംസ്ഥാനം NEP അംഗീകരിക്കുന്നതുവരെ മുൻകരുതലിൽ അന്യായമായി തടഞ്ഞുവെച്ച 2152 കോടി രൂപയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് വിട്ടുകൊടുക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഈ വർഷം ഫെബ്രുവരി മുതൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പോര് ഘടിപ്പിച്ചിരിക്കുകയാണ്. NEP-യിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ത്രിഭാഷാ നയത്തെ DMK നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായി എതിർക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് സ്റ്റാലിൻ ആരോപിക്കുന്നു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നതെന്നും ഹിന്ദി, തമിഴ്, മലയാളം, ഗുജറാത്തി എന്നിവയല്ലാതെ മറ്റൊരു ഭാഷയും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലെന്ന് മാത്രമാണ് പറയുന്നതെന്നും ഫട്നാവിസ് പറയുന്നു. എന്നാൽ ഫട്നാവിസിന്റെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ DMK.